അങ്ങനെ റെഡ് കാർഡ് കണ്ടിട്ടു ഗൈസ്. ക്രിസ്ത്യാനോ റെഡ് കാർഡിന് ശേഷം അടുത്ത മാച്ച് ക്രിസ്ത്യാനോക്ക് അർമേനിയക്കെതിരെ. പക്ഷെ പോർച്ചുഗലിലത്തെ പ്ലേയേഴ്സ് മികച്ച രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് തന്നെ ചെയ്തു. 9-1. കഴിഞ്ഞ മാച്ചിൽ 5-1 ഈ മാച്ചിൽ 9-1 ജയിച്ചത്. ബ്രൂണോ ഫെർണാണ്ടസിനും ജയ നവസിനും ഇനി ഹാട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അടുത്ത ഇത് ക്രിസ്ത്യാനോയുടെ അവസാനത്തെ ഇതായിരിക്കും. പോർച്ചുഗൽ 6 വട്ടം ക്രിസ്ത്യാനോയുടെ ടൈമിൽ 6 വട്ടം വേൾഡ് കപ്പിൽ ക്വാളിഫയേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. 6 വട്ടം. അതിൽ 6ലും കപ്പ് നേടാൻ കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ വലിയ ടീമുകൾക്കെതിരെ കളിച്ചു. എന്നിട്ട് വലിയ ടീമുകൾക്കെതിരെ കളിച്ച് അവരെ കൂടെ സ്കോർ ചെയ്തു. പക്ഷേ അത് പോർച്ചുഗൽ ടീമിന് സാധിക്കുകയില്ല. എന്നിട്ട് എല്ലാവരും പറയാം റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗൽ നല്ലോണം കളിക്കാൻ കഴിയും, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും. പക്ഷെ റൊണാൾഡോ സ്പെയിനെതിരെ 2-1. ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ അടിച്ചെങ്കിൽ ഓഫ് സൈഡ് പൊസിഷനിലാണ് പോയി ഗോൾ അടിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനോ അവർക്ക് ഒരു മാതൃക നൽകാണ്ട് തന്നെയാണ് കാണിച്ചു കൊടുത്തത് ആ രണ്ടാമത്തെ ഗോള്. അതും നിമിഷങ്ങൾ 60 മിനിറ്റുമൊക്കെ. ആ 30 മിനിറ്റൊക്കെ സ്പെയിനോട് ഇപ്പോഴത്തെ പോർച്ചുഗലിനൊന്നും പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നൊക്കെ റിവ്യൂ ഇതാക്കി ലൈക്ക് അടിച്ച് ഒക്കെ ചെയ്യുക കേട്ടോ. അടുത്ത റൊണാൾഡോ USA പോയി. അവിടുന്ന് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ നിന്ന് മാച്ച് കളിക്കും എന്നൊക്കെ എന്തോന്ന് പറയുന്നുണ്ട് ചില ചാനലുകൾ. എങ്ങനെയാണെന്ന് സത്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ക്രിസ്ത്യാനോ 953 ആ ഗോളിലേക്ക് പോയിരിക്കുകയാണ്. 1000 ഗോളാവാൻ ഇനിയും തോനെയുണ്ട്. നിങ്ങൾ തന്നെ പറയൂ, ഈ പ്രാവശ്യം റൊണാൾഡോ വേൾഡ് കപ്പ് നേടുമോ ഇല്ലയോ?